നോർത്തംബ്രിയയിലെ ഒരു കുലീന കുടുംബത്തിൽ AD 628 വിശുദ്ധ ബെനഡിക്ട് ബിസ്കപ്പ് ജനിച്ചത്. ബിസ്കപ്പ് ബഡൂസിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. യൗവനത്തിന്റെ പ്രാരംഭകാലങ്ങളിൽ ഓസ്വിയ രാജാവിന്റെ അധീനതയിലുള്ള കൃഷിയിടങ്ങളുടെ ഭൂവുടമയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ 25-ാമത്തെ വയസ്സിൽ ഈ സേവനം അവസാനിപ്പിക്കുകയും ഭൂമിയും തോട്ടവും ഉപേക്ഷിച്ച് റോമിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ക്രിസ്തീയ ആചാരരീതികളുടെ ഉറവിടം അയർലൻഡ് ആയിരുന്നു. എന്നാൽ വിശുദ്ധൻ റോമിൽ കണ്ട ക്രിസ്തീയ ആചാരരീതികൾ പാടെ വ്യത്യസ്തമായിരുന്നു. അവിടുത്തെ വിശ്വാസ രീതികളിൽ അദ്ദേഹം വളരെ ആകൃഷ്ടനായി. വിൽഫ്രഡ് എന്നു പേരായ സഹായിയെയും കൂട്ടി വിശുദ്ധൻ നോർത്തംബ്രിയയിൽ തിരിച്ചെത്തി. താൻ റോമിൽ കണ്ട ക്രിസ്തീയ വിശ്വാസാചാര രീതികൾ വിശുദ്ധൻ അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് 664 ഓസ്വിയ രാജാവ് ഐറിഷ് വിശ്വാസ രീതിക്ക് പകരമായി റോമൻ വിശ്വാസ രീതി തന്റെ രാജ്യത്ത് നിലവിൽ വരുത്തിയതായി പ്രഖ്യാപിച്ചു. 666 ഫ്രാൻസിന്റെ തെക്കുഭാഗത്തുള്ള ലെറിൻസ് ദ്വീപിലെ ആശ്രമത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഈ വിശുദ്ധനും ചേർന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ നാമം ബെനഡിക്ട് എന്നാക്കി മാറ്റിയത്. റോമിലെ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി 668 വിശുദ്ധൻ വീണ്ടും റോമിലേക്ക് പോയി. 673 നോർത്തംബ്രിയയിൽ അദ്ദേഹം തിരിച്ചെത്തി. ബെനഡിക്ട് ബിസ്കപ്പ് ഓസ്വിയ രാജാവിന്റെ പിൻഗാമിയായിരുന്ന എക്ഫ്രിഡിൽ നിന്നും അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കാനുള്ള അനുവാദവും സാമ്പത്തിക സഹായവും നേടിയെടുത്തു. അങ്ങനെ 674 ബേർമൌത്തിൽ സെന്റ് പീറ്റർ ആശ്രമം തുടങ്ങി. ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന റോമൻ ശൈലിയിലുള്ള വലിയ നിർമ്മിതിയായിരുന്നു ഈ ആശ്രമം. ആശ്രമത്തിന്റെ നിർമ്മാണത്തിനായി ആശാരിമാരെയും മറ്റു പണിക്കാരെയും ഫ്രാൻസിൽ നിന്നുമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. വിശുദ്ധന്റെ പ്രത്യേക ഇടപെടൽ മൂലം ആശ്രമത്തിൽ ഒരു ബെനഡിക്ടൻ നിയമസംഹിത നിലവിൽ വന്നു. തന്റെ യാത്രയിൽ അദ്ദേഹം ശേഖരിച്ച ഗ്രന്ഥങ്ങൾ ചേർത്ത് ഒരു ലൈബ്രറി ഉണ്ടാക്കി. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് തൃപ്തിയായില്ല. 679 വിശുദ്ധ ബെനഡിക്ട് വീണ്ടും റോമിലേക്ക് പോയി. ഇത്തവണ തന്റെ ആശ്രമത്തിലേക്ക് തിരുശേഷിപ്പുകളും കലാപരമായ വസ്തുക്കളും ലിഖിതങ്ങളും കൊണ്ടുവരുന്നതിനായിരുന്നു ആ യാത്ര. കൂടാതെ ആശ്രമ വസ്ത്രങ്ങളും പുതിയ ചിന്തകളും ആശ്രമത്തിലെത്തിക്കുക എന്ന ലക്ഷ്യവും യാത്രയ്ക്ക് പിറകിലുണ്ടായിരുന്നു. പരിശുദ്ധ പിതാവിൽ നിന്നും വിശേഷ ആനുകൂല്യങ്ങളും സന്യസ്തരെ പഠിപ്പിക്കുന്നതിനായി റോമൻ ആരാധനാക്രമങ്ങളുടെ വിവിധ രേഖകളും നേടിക്കൊണ്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. തന്റെ 52-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. പിറ്റേ വർഷം എക്ഫ്രിഡിൽ നിന്നും കൈപ്പറ്റിയ സാമ്പത്തിക സഹായം കൊണ്ട് 2 ദൈവാലയങ്ങൾ നിർമ്മിക്കുകയും അവ ജാരോയിലെ വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. 682 അദ്ദേഹം വീണ്ടും റോമിലേക്ക് പോയി. 4 വർഷത്തോളം വിശുദ്ധൻ റോമിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അദ്ദേഹം നിർമ്മിച്ച ഭവനങ്ങളെ വീണ്ടും അമൂല്യമായ ലിഖിതങ്ങളും ഗ്രന്ഥങ്ങളും കൊണ്ട് സമ്പുഷ്ടമാക്കി. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമായി. 690 ജനുവരി 12 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നമുക്കും വിശുദ്ധ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.